റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. വായനശാല. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത് പുസ്തകാവലോകനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റെജിൽ KP. 1993 ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 36 വർഷങ്ങൾക്ക് ശേഷവും ഈ നോവലിന് വളരെയധികം കാലിക പ്രസക്തിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റ വായനയിൽ വായനക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്രയും വിപുലമാണ് പലപ്പോഴും ആനന്ദിൻ്റെ രചനകളൊക്കെയും. ഗോവർദ്ധൻ്റെ യാത്രകളായാലും അഭയാർത്ഥികളായാലും മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്ന കൃതിയായാലും വായനക്കാർക്ക് പലപ്പോഴും ആവർത്തിച്ചുള്ള വായനകളിലൂടെ മാത്രമേ ഈ കൃതികളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയും പുസ്തക പ്രമോഷൻ വീഡിയോകളിലൂടെയുമൊക്കെ പുസ്തകങ്ങൾ വിറ്റഴിയുന്ന പുതിയ കാലത്തിൽ വായനക്കാരെ പ്രതീക്ഷിക്കാതെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നെഴുതുന്ന വ്യത്യസ്തനായൊരു എഴുത്തുകാരനാണ് ആനന്ദ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓരോ മരുഭൂമികളും ഉണ്ടാവുന്നത് അതിലെ ഊഷരം നശിക്കുമ്പോഴാണ്. മനുഷ്യ മനസ്സുകളും അതുപോലെ തന്നെ. അധികാര വടംവലികൾ നടക്കുന്ന വർത്തമാനകാല ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളെ ആനന്ദ് ഈ കൃതിയിലൂടെ വരച്ചു കാട്ടുന്നു. മൻസിംഗ് രാജാവിൻ്റെ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട കോട്ടയാണ് രംഭാഗഡ് കോട്ട. പിന്നീട് സർക്കാർ ആ കോട്ട ഏറ്റെടുത്തുകൊണ്ട് അതീവ സുരക്ഷാ വിഭാഗമുള്ള ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊജക്റ്റ് ആ കോട്ടയിൽ ആരംഭിക്കുകയാണ്. സുരക്ഷാ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. ഈ പ്രൊജക്റ്റിലേക്ക് ആളുകളെ നിയമിക്കുന്ന ലേബർ ഓഫീസറായ കുന്ദനിലൂടെയാണ് ഈ നോവൽ വികസിക്കുന്നത്. കുന്ദനാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം. കുന്ദന്റെ മുന്നിലേക്ക് വരുന്ന തടവുപുള്ളികളെ ഭാരവും തൂക്കവും ചിട്ടപ്പെടുത്തി ലിസ്റ്റിൽ ഉള്ളയാളാണെന്ന് ഉറപ്പുവരുത്തുക കുന്ദന്റെ ജോലിയാണ്. ഇവിടേക്കാണ് ഒരു ദിവസം പശുപതി സിംഗ് എന്ന തടവുപുള്ളി എത്തുന്നത്. അയാളുടെ ലിസ്റ്റ് പരിശോധിച്ച കുന്ദൻ അയാൾക്ക് പശുപതി സിംഗുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ജയിലർ ഇത് സമ്മതിക്കാത്തത് കുന്ദനെ വിവശനാക്കുന്നു. പശുപതി സിംഗ് പിന്നീട് താൻ സുലൈമാൻ ആണെന്ന് വെളിപ്പെടുത്തുകയും തിരിച്ചുപോയാൽ താൻ കൊല്ലപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ടെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള നിരവധി ആത്മസംഘർഷങ്ങളിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത്. ലേബർ ക്യാമ്പിലെ ജീവിതത്തെക്കുറിച്ച് ആനന്ദ് പറയുന്ന ഹൃദ്യമായ വരികൾ ഓർത്തുപോവുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അധപതനത്തിൻ്റെ സ്കെയിലിൽ അടിമകളാണോ തടവുകാരാണോ ഏറ്റവും അടിയിൽ നിൽക്കുന്നതെന്ന് ഒരു പ്രശ്നവുമായി അയാൾ നിരന്തരം തർക്കിച്ചു നിന്നു. പലപ്പോഴും ഇന്നിലെ മനുഷ്യർ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അധികാരങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അവർ സ്വയം ചോദിക്കുകയാണ്, ഞങ്ങൾ ആരാണ്, അടിമകളാണോ അതോ അധികാരത്തിൻ്റെ കീഴ് ജീവനക്കാരാണോ എന്ന്. അവിടെ എത്തുന്നവരൊക്കെയും എപ്പോഴും കൊല്ലപ്പെടുന്നതായാണ് വാർത്തകൾ വരുന്നത്. അതായത് ആ ക്യാമ്പിലെത്തുന്ന ജോലിക്കാരൊക്കെ ശവശരീരങ്ങൾ പോലും ബന്ധുക്കൾക്ക് വിട്ടു നൽകാതെ കുന്നിൻ ചെരുവിൽ നിന്ന് വലിച്ചെറിയപ്പെടുകയാണ്. നോവലിൽ ഭോല എന്നൊരു കഥാപാത്രമുണ്ട്. സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഭോല. ഭോല ആ ക്യാമ്പിൽ ജോലിക്കെത്തുകയും പിന്നീട് ഒളിച്ചോടുകയും ചെയ്തു. അയാളെ കുന്ദൻ തേടിപ്പിടിച്ച് തിരികെ കൊണ്ടുവരുന്നു. തൻ്റെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന സ്ത്രീയുടെ ഭർത്താവാണ് ഭോല എന്ന് കുന്ദൻ പിന്നീട് മനസ്സിലാക്കുന്നു. ഗ്രാമത്തിൽ നിന്നും ജോലിക്കെത്തിയ ആരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ലെന്നും തൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണമെന്നും ആ സ്ത്രീ കുന്ദനോട് നിരന്തരം പറയുന്നുണ്ട്. പശുപതി സിംഗ് എന്ന സുലൈമാനും പിന്നീട് ആ ക്യാമ്പിൽ വെച്ച് മരണമടയുന്നു. സുലൈമാൻ്റെ മരണവിവരം വീട്ടിൽ അറിയിക്കുവാനായി കുന്ദൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ജീവിക്കുവാനായി വേശ്യാവൃത്തിയടക്കം ചെയ്യുന്ന നിരവധി ജീവിതങ്ങളെ ആ യാത്രക്കിടയിൽ അയാൾ കാണുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ചുറ്റിലുമുള്ള ജീവിതങ്ങളെ നിരീക്ഷിക്കുമ്പോഴാണല്ലോ മനോഹരമായ പുറമോടികൾക്കപ്പുറത്തുള്ള ജീവിതങ്ങളുടെ അകക്കാമ്പുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ആ യാത്രയ്ക്കിടയിൽ കുന്ദൻ്റെ മുന്നിലെത്തുന്ന സ്ത്രീകളൊക്കെയും സുലൈമാനുമായി ബന്ധപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് കുന്ദനെ നയിക്കുന്നു. അധികാരത്തിൻ്റെ പിടിയാളായി ദീർഘകാലം പ്രവർത്തിച്ച കുന്ദനെ
ചോദ്യശരങ്ങൾ ഉയർത്തി തുടങ്ങുന്ന നിമിഷങ്ങൾ മുതൽ അധികാരം തന്നെ തടവിലാക്കുന്നു. അധികാരവർഗത്തിൻ്റെ ചട്ടുകമായി തീരുന്ന മനുഷ്യർ എതിർ ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ അധികാരത്തിൻ്റെ ശത്രുക്കളായി മാറുന്ന കാഴ്ചകൾ ഇന്നും സുപരിചിതമാണല്ലോ. അവിടെ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തുന്ന കുന്ദൻ അവിടെ തടവുപുള്ളികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ലഹളകളെ സൃഷ്ടിക്കുന്നത് കാണുന്നു. ഭരണകൂടം നടത്തുന്ന ഭീകരത ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടുന്ന മാധ്യമപ്രവർത്തനത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കുന്ദൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടുന്ന മാധ്യമങ്ങൾ തന്നെ ഒറ്റുകാരായി മാറുന്ന കാഴ്ചകൾ ഇന്നിൻ്റെ ജീവിതത്തിലും നമ്മൾക്ക് സുപരിചിതമാണല്ലോ. ആ കാഴ്ചയാണ് 36 വർഷങ്ങൾക്ക് മുൻപ് ആനന്ദ് എന്ന എഴുത്തുകാരൻ ഈ നോവലിൽ വരച്ചിടുന്നത്. പലപ്പോഴും ജനങ്ങളുടെ കണ്ണീരൊപ്പേണ്ടുന്ന മാധ്യമങ്ങൾ താൽക്കാലികമായി കിട്ടേണ്ട സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അധികാരവർഗത്തിൻ്റെ ഏത് ദുഷ്ചെയ്തികളെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും മാറുന്ന കാഴ്ചകൾ നമ്മൾക്ക് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. കാലങ്ങൾക്ക് മുന്നേ ആനന്ദ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുവെന്നതാണ് ഈ നോവലിനെ മികച്ചൊരു കൃതിയാക്കി മാറ്റുന്നത്. വീണ്ടും തടവിലാക്കപ്പെടുന്ന കുന്ദൻ നിരന്തരം പീഡനങ്ങൾക്ക് വിധേയനാവുന്നു. ലേബർ ക്യാമ്പിൽ ആയിരുന്നപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ള പീഡനങ്ങൾ അവസാനം കുന്ദൻ സ്വയം അനുഭവിക്കുകയാണ്. ഓരോ മനുഷ്യരെയും നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വസ്തുതയാണിത്. നമ്മൾ ആരെയും ദ്രോഹിച്ചു കഴിഞ്ഞാലും ഒരു നാൾ ആ പീഡനങ്ങളൊക്കെയും നമ്മൾ സ്വയം അനുഭവിക്കേണ്ടി വരും. അത്തരമൊരു അനുഭവത്തിലൂടെയാണ് കുന്ദൻ നോവലിൻ്റെ അവസാനം കടന്നു പോകുന്നത്. നീതി നടപ്പിലാക്കേണ്ടുന്ന ന്യായാലയങ്ങൾ പോലും മനുഷ്യർക്ക് നീതി നിഷേധിക്കുമ്പോൾ അതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ആനന്ദ് തന്നെയാണ് കുന്ദൻ എന്ന് നോവൽ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. സ്റ്റാൻ സ്വാമി കേസിൽ ആനന്ദ് മാതൃഭൂമിക്ക് നൽകിയൊരു പത്രക്കുറിപ്പ് ഓർത്തുപോവുകയാണ്. നീതി നൽകാതിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ ജനങ്ങൾ ലജ്ജയോടെ നോക്കിക്കാണുന്നുവെന്നായിരുന്നു അന്ന് ആനന്ദ് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞത്. ഭരണകൂടം എന്നും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീതി നിഷേധിക്കുവാൻ ശ്രമിക്കാറുണ്ട്. സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ടും ലഹളകൾ സൃഷ്ടിച്ചുകൊണ്ടും ചില വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ടുമൊക്കെ കാലദേശമെന്നേ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ നോവലിൻ്റെ വലിയൊരു സവിശേഷത 36 വർഷങ്ങൾക്ക് മുൻപ് ഞാനടക്കമുള്ള നിരവധി ആളുകൾ ജനിക്കുന്നതിന് മുൻപ് ആനന്ദ് എഴുതി വെച്ച ഈ നോവലിലെ പല കാര്യങ്ങളും ഇന്നും നമ്മുടെ ചുറ്റിലുമുള്ള പല ജീവിതങ്ങളിലൂടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുമെന്നതാണ്. അതുതന്നെയാണ് ഒരു എഴുത്തുകാരനെ മികവുറ്റ ഒരു എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ആനന്ദ് ഇതിൽ വരച്ചിട്ടുള്ള പല ചിത്രങ്ങളും നമ്മൾക്ക് കാലദേശമന്യേ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ആവർത്തിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത് പുസ്തക അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് റെജിൽ KP. വായനശാല റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.